Hi everyone. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ മണി മാർക്കറ്റ് അല്ലേ. മണി മാർക്കറ്റ് എന്താന്ന് പറഞ്ഞു, ദെൻ മണി മാർക്കറ്റിന്റെ ഡെഫിനിഷൻസ്, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടോപ്പിക്സുകൾ നമ്മൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ ഇന്ന് പറയാൻ പോണ ടോപ്പിക് കോമ്പോസിഷൻ ഓഫ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണ്? മണി മാർക്കറ്റ് ഈസ് എ ഹെട്രോജീനിയസ് മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനിയസ് മാർക്കറ്റ് ആണ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് സബ് മാർക്കറ്റ്സ്. മണി മാർക്കറ്റിന് എന്തുണ്ട്? സബ് മാർക്കറ്റ്സ് ഉണ്ട്. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് അല്ല, അതൊരു ഹെട്രോജീനിയസ് മാർക്കറ്റ് ആണ്. അതിന് ഡിഫറെന്റ് സബ് മാർക്കറ്റ്സുകൾ ഉണ്ട്. ഏതൊക്കെയാ സബ് മാർക്കറ്റ്സ്? ഫസ്റ്റ് വൺ കോൾ മണി മാർക്കറ്റ്, സെക്കൻഡ് വൺ ലോൺ മാർക്കറ്റ്, തേർഡ് വൺ കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, fourth one acceptance market, then the fifth one treasury bill market. So money market എന്ന് പറയുന്നത് ഒരു heterogeneous market ആണ്. ആൻഡ് ഇതിന് ഡിഫറെന്റ് സബ് സിസ്റ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ സബ് മാർക്കറ്റ്സുകൾ ഉണ്ട്. കോൾ മണി മാർക്കറ്റ്, ലോൺ മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, അക്സെപ്റ്റൻസ് മാർക്കറ്റ് ആൻഡ് ട്രഷറി ബിൽ മാർക്കറ്റ്. യെസ്, ദെൻ നമ്മൾ ആദ്യം നോക്കാൻ പോണത് വാട്ട് ഈസ് കോൾ മണി മാർക്കറ്റ്. ആദ്യത്തെ സബ് മാർക്കറ്റ് ആണ് കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് വാട്ട് ഈസ് കോൾ മണി മാർക്കറ്റ്, അല്ലെങ്കിൽ കോൾ മണി മാർക്കറ്റിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, കോൾ മണി മാർക്കറ്റിന്റെ മെറിറ്റ്സ് എന്താ, ഡിമെറിറ്റ്സ് എന്താ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കണത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് കോൾ മണി മാർക്കറ്റ്. കോൾ മണി മാർക്കറ്റ് എന്താന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. It is a market for very short-term funds. It is also referred as loans or money at call and short notice. Call money market എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് ആണ് ഫോർ വെരി ഷോർട്ട് ടേം ഫണ്ട്സ്. വളരെ ചെറിയ പീരീഡിലേക്കില്ല, വളരെ ചെറിയ കാലയളവിലേക്കില്ല, അതായത് വെരി ഷോർട്ട് ടേം ഫണ്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിനെയാണ് കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ആസ് ലോൺസ് ഓർ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ഈ ഒരു ഇതിനെ നമ്മൾ എന്ത് പേരിലും കൂടി പറയും? ലോൺസ് അല്ലെങ്കിൽ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്നുള്ള പേരിലും കൂടി നമ്മൾ കോൾ മണി മാർക്കറ്റിനെ പറയുന്നുണ്ട്. And here the loans are granted for overnight use or for 24 hours or for a maximum of 14 days. കോൾ മണി മാർക്കറ്റിൽ നമ്മൾ ലെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോൺസ് ഗ്രാൻഡ് ചെയ്യുന്നത് ഓവർനൈറ്റ് യൂസിന്, അതായത് ജസ്റ്റ് ഒരു നൈറ്റ്, ഒരു രാത്രി ഉപയോഗിക്കാനുള്ള അത്രയും ചുരുങ്ങിയ പീരീഡിന്, അല്ലെങ്കിൽ 24 hours, അതായത് ജസ്റ്റ് ഫോർ എ 1 day അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ 24 hours വേണ്ടി. അതല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഓഫ് 14 days. മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ് കോൾ മണി മാർക്കറ്റിന്റെ? 14 days, 14 ദിവസം. സോ ഒരു രാത്രിയുടെ ഉപയോഗത്തിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 1 day, ജസ്റ്റ് ഫോർ എ ഡേ, അതായത് ഒരു ഒറ്റ ദിവസത്തിന് വേണ്ടി, അല്ലെങ്കിൽ മാക്സിമം 14 days വരെയുള്ള ഫണ്ടുകളാണ് ഏത് മാർക്കറ്റിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്? കോൾ മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. ആൻഡ് the rate at which funds are borrowed and lent in this market is called the call money rate. കോൾ മണി മാർക്കറ്റിൽ നമ്മൾ ബോറോവേഴ്സും ലെൻഡേഴ്സും ഫണ്ട്സ് ബോറോ ചെയ്യും, ലെൻഡ് ചെയ്യും ചെയ്യുന്ന ഒരു റേറ്റ്, അതിനെയാണ് കോൾ മണി റേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? കോൾ മണി മാർക്കറ്റ് അത് വളരെ ചെറിയ പീരീഡിന്, വളരെ ഷോർട്ട് ടേം ഫണ്ട്സ് ഡീൽ ചെയ്യുന്നതാണ്. ദെൻ ജസ്റ്റ് ഒരു ഓവർനൈറ്റ് യൂസ് ആവാം, അല്ലെങ്കിൽ 24 hours മാക്സിമം എത്ര ദിവസമാണ്? 14 days. Then the next one, features of call money market. Call money marketന്റെ features എന്തൊക്കെയാണ്? It helps to overcome even day-to-day deficits. day-to-day deficitsന് നമുക്കൊരു ദിവസം, ജസ്റ്റ് ഒരു ദിവസത്തേക്ക് ഒരു ഡെഫിഷ്യൻസി വരികയാണ്, അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് ഫണ്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാം? കോൾ മണി മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് വൺ, commercial banks, cooperative banks and primary dealers are allowed to borrow and lend in this market. കോൾ മണി മാർക്കറ്റിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ ആൻഡ് പ്രൈമറി ഡീലേഴ്സ് അവരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫണ്ടുകൾ വാങ്ങാൻ വിൽക്കും, അതായത് ബോറോ ചെയ്യാനും ലെൻഡ് ചെയ്യാനും അവർക്കെല്ലാം റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ അലോ ചെയ്യപ്പെട്ടിട്ടുണ്ട്. Then the third one, mutual funds and certain specified entities are allowed to access call money market only as lenders. എന്നാൽ മ്യൂച്വൽ ഫണ്ട്സും അതുപോലെ വളരെ കുറച്ച് സ്പെസിഫൈഡ് എൻറ്റിറ്റീസിനും കോൾ മണി മാർക്കറ്റിൽ
പൈസ ബോറോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബട്ട് ദേ ക്യാൻ ആക്സസ് കോൾ മണി മാർക്കറ്റ് ഓൺലി ആസ് ലെൻഡേഴ്സ്. അവർക്ക് അവരുടെ സർപ്ലസ് ഫണ്ടുകൾ ഉണ്ടെങ്കിൽ അത് ലെൻഡ് ചെയ്യാൻ വേണ്ടി ഏത് മാർക്കറ്റിൽ വരാം, കോൾ മണി മാർക്കറ്റിൽ വരാം. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ബോറോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. Then the fourth one, non-bank entities are not allowed to access to this market. എന്താ പറയുന്നത്, നോൺ ബാങ്ക് എൻറ്റിറ്റീസ്, അതായത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, കോൾ മണി മാർക്കറ്റിൽ എൻഗേജ് ചെയ്യുന്നത്. നോൺ ബാങ്ക് എൻറ്റിറ്റീസിന് പ്രവേശനമില്ല കോൾ മണി മാർക്കറ്റിലേക്ക്. Then the fifth one, interest rates are determined by market. ഇൻട്രസ്റ്റ് റേറ്റ്സ് ആരാ ഡിറ്റർമൈൻ ചെയ്യണത്, മാർക്കറ്റ് ആണ്. മാർക്കറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, നമ്മൾ ഇക്കണോമിക്സിലൊക്കെ പഠിക്കുന്ന പോലെ മാർക്കറ്റ് ഡിമാൻഡ്, മാർക്കറ്റിൽ എത്ര ഫണ്ട് സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പേര് ബോറോ ചെയ്യാൻ, അതായത് ഡിമാൻഡ് ഉണ്ട്, അതാണ് ഇൻട്രസ്റ്റ് റേറ്റുകൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. Then the sixth one, both borrowers and lenders are required to maintain a current account with RBI to transact in this market. ഇതൊരു വെരി ഷോർട്ട് മാർക്കറ്റ് ആണ്, ഒരു വെരി ഷോർട്ട് ടേം പീരീഡിലോട്ടുള്ള മാർക്കറ്റ് ആണ്, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നവർ, അതായത് ബോറോവേഴ്സ് ആവാം ലെൻഡേഴ്സ് ആവാം, അവർ എന്ത് ചെയ്യണം, RBI ആയിട്ട് ഒരു കറണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. Then the next one, the seventh one, lenders can deploy their short term surplus funds there. ലെൻഡേഴ്സിന്, അതായത് മണി അല്ലെങ്കിൽ ക്യാഷ് ലെൻഡ് ചെയ്യുന്ന ആളുകൾക്ക്, അതായത് ലോൺസ് ഒക്കെ ഗ്രാൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഷോർട്ട് ടേം സർപ്ലസ് ഫണ്ടുകൾ ഇവിടെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ കോൾ മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്, നമുക്ക് ഡേ ടു ഡേ ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ ഏത് മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാം, കോൾ മണി മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാം. കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ഇവിടുന്ന് ബോറോ ചെയ്യാനും ലെൻഡ് ചെയ്യാനും വരുന്നുണ്ട്. പക്ഷെ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ചില സ്പെസിഫൈഡ് എൻറ്റിറ്റീസിന് മാർക്കറ്റിൽ എന്തിനു മാത്രമേ പറ്റൂ, ലെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റൂ. ദെൻ നോൺ ബാങ്കിങ് എൻറ്റിറ്റീസിന് ആക്സസ് ഇല്ല കോൾ മണി മാർക്കറ്റിലോട്ട്. ദെൻ ദ ഫിഫ്ത്ത് വൺ, ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിമാൻഡും സപ്ലൈ ആണ്, അതായത് മാർക്കറ്റ് കണ്ടീഷൻസ് ആണ്. ദെൻ സിക്സ്ത് വൺ എന്താ പറഞ്ഞത്, ആ ഒരു മാർക്കറ്റിൽ ബോറോ ചെയ്യാനും ലെൻഡ് ചെയ്യാനും വരുന്ന ആളുകൾ RBIയിൽ ഒരു കറണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ ലെൻഡേഴ്സിന് അവരുടെ ഷോർട്ട് ടേം സർപ്ലസ് ഫണ്ടുകൾ ഇവിടെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി പറ്റും. യെസ്. ദെൻ ദ നെക്സ്റ്റ് വൺ, പാർട്ടിസിപ്പൻസ് ഓഫ് കോൾ മണി മാർക്കറ്റ്. ആരൊക്കെയാണ് നമ്മുടെ കോൾ മണി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്, അതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. നമ്മൾ ഇപ്പോഴേ പറഞ്ഞു, നമ്മുടെ ഫീച്ചേഴ്സിൽ കുറെ ഏജൻസീസിന്റെ ഒക്കെ പേര് നമ്മൾ പറഞ്ഞു, അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നൊക്കെ പറഞ്ഞില്ലേ. സോ ഓഫ് കോഴ്സ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ മേജർ പാർട്ടിസിപ്പൻസ് ഇൻ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിലെ മേജർ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സും കോപ്പറേറ്റീവ് ബാങ്ക്സും ആണ്. ദെൻ IDBI, UTI, DFHI, നബാർഡ്, LIC, GIC തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ദേ സപ്ലൈങ് 80% ഓഫ് ദ ഷോർട്ട് ടേം ഫണ്ട്സ് ഇൻ മണി മാർക്കറ്റ് ആൻഡ് ബാലൻസ് ബൈ ബാങ്കിങ് സിസ്റ്റം. എന്താ പറയണത്, നമ്മുടെ കോൾ മണി മാർക്കറ്റില് അല്ലെങ്കിൽ കോൾ മണി മാർക്കറ്റിന്റെ 80% ഓഫ് സപ്ലൈ, അതായത് ഷോർട്ട് ടേം ഫണ്ടുകൾ കോൾ മണി മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നതിൽ 80%ഉം ആരാ സപ്ലൈ ചെയ്യുന്നത്, IDBI, UTI, DFHI, നബാർഡ്, LIC, GIC തുടങ്ങിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ബാക്കി വരുന്ന 20% മാത്രമാണ് ബാങ്കിങ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത്. Then the next one, the main borrowers are public bank. അതായത് നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് നമ്മുടെ കോൾ മണി മാർക്കറ്റിലെ മെയിൻ ബോറോവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മുടെ മാർക്കറ്റിലെ, അതായത് മണി മാർക്കറ്റിന്റെ, കോൾ മണി മാർക്കറ്റിന്റെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സും കോപ്പറേറ്റീവ് ബാങ്ക്സും ആണ് മേജർ പാർട്ടിസിപ്പൻസ്. ദെൻ മണി മാർക്കറ്റിൽ വരുന്ന 80%ഓളം ഫണ്ട് സപ്ലൈ ചെയ്യുന്നത് IDBI, UTI, DFHI, നബാർഡ്, LIC, GIC തുടങ്ങിയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ദെൻ പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻ ബോറോവേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി പറയാൻ പോണത്, a number of liberalization policies have been undertaken to ensure better liquidity and increase the numbers. അതായത് നമ്മുടെ കോൾ മണി മാർക്കറ്റിന്റെ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാനും
അവിടുത്തെ പാർട്ടിസിപ്പൻസിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പോളിസീസ്, അതായത് ലിബറലൈസേഷൻ പോളിസീസ് ഒക്കെ കുറെ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്. അതിൽ 2-3 പോളിസീസ് ആണ് പറയണത്. കോൾ മണി മാർക്കറ്റിൽ പ്രൈമറി ഡീലേഴ്സിനും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ബോറോവേഴ്സ് ആയിട്ടും ലെൻഡേഴ്സ് ആയിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അത്തരത്തിലൊരു പോളിസി ഗവൺമെന്റ് മുന്നോട്ട് വെച്ചു. Then the second one, foreign banks and private sector banks can also participate, അല്ലെങ്കിൽ they can borrow funds from they can borrow short term funds from call money market. അതായത് ഫോറിൻ ബാങ്ക്സിനും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിനും അവർക്ക് ആക്റ്റീവ് ബോറോവേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു മാർക്കറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഫോറിൻ ബാങ്ക്സിനും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിനും കോൾ മണി മാർക്കറ്റിൽ നിന്നും ഷോർട്ട് ടൈം ഫണ്ട്സുകൾ എന്ത് ചെയ്യാൻ പറ്റും? ബോറോ ചെയ്യാൻ വേണ്ടി പറ്റും. Then the third one, the minimum size of transaction reduced to 3 crore from 20 crore. അതായത് 20 കോടി രൂപയായിരുന്നു മിനിമം സൈസ് ഓഫ് ട്രാൻസാക്ഷൻ കോൾ മണി മാർക്കറ്റിലെ. അത് എത്ര രൂപയാക്കി റെഡ്യൂസ് ചെയ്തു? 3 ക്രോസ് ആക്കി റെഡ്യൂസ് ചെയ്തു. സോ ഇറ്റ് ഇൻക്രീസസ് ഫ്ലെക്സിബിലിറ്റി, ലിക്വിഡിറ്റി ആൻഡ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക്, നമ്മുടെ RBI മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു അതായത് ഒരു 3 ലിബറലൈസേഷൻ പോളിസീസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പോളിസീസ് കൊണ്ടുവന്നിട്ടുള്ളത്? ടു എൻഷുർ better liquidity and increase the number. liquidity ensure ചെയ്യാനും number of participants increase ചെയ്യാനുമാണ് പോളിസീസ്, ലിബറലൈസേഷൻ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് വൺ എന്താ? പ്രൈമറി ഡീലേഴ്സിനും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മാർക്കറ്റിൽ, അതായത് കോൾ മണി മാർക്കറ്റിൽ ബോറോവേഴ്സ് ആയിട്ടും ലെൻഡേഴ്സ് ആയിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ, ഫോറിൻ ബാങ്ക്സിനും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിനും എന്ത് ചെയ്യാം? അവർക്ക് ആ ഒരു മാർക്കറ്റിനെ ബോറോ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സസ് ചെയ്യാം. ദെൻ ദ തേർഡ് വൺ, 20 കോടി രൂപ എന്നുള്ളതിന് 3 കോടി രൂപയാക്കിയിട്ട് ട്രാൻസാക്ഷൻ സൈസ് എന്ത് ചെയ്തു? മിനിമൈസ് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോൾ മണി മാർക്കറ്റിന്റെ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാൻ അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ വേണ്ടി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ള ലിബറലൈസേഷൻ പോളിസീസ്. Yes, then the next area ഡീൽ ചെയ്യുന്നത് ഓപ്പറേഷൻസ് ഇൻ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൽ എങ്ങനെയാണ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് അതാണ് നമ്മൾ പറയാൻ പോണത്. മണി മാർക്കറ്റിൽ ഇപ്പോൾ ബോറോവേഴ്സും ലെൻഡേഴ്സും ഉണ്ട് ഇല്ലേ? ആക്ച്വലി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് പ്ലേസ്, അതൊരു പർട്ടിക്കുലർ പ്ലേസ് അല്ല. നമ്മൾ അവിടെ ടെലിഫോൺസ് ത്രൂ ഒക്കെ കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നുണ്ട്, ട്രേഡിംഗ് നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻട്രൊഡക്ഷൻ പോർഷൻസിൽ. സോ അത് തന്നെയാണ് ഇവിടെ പറയണത്, ഓപ്പറേഷൻസ് ഇൻ മണി മാർക്കറ്റ്. ഫസ്റ്റ്, ബോറോവേഴ്സിനും ലെൻഡേഴ്സിനും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കോൾ മണി മാർക്കറ്റിൽ അവർ ആക്സസ് ചെയ്യുന്നത് ത്രൂ ടെലിഫോൺ കോൺടാക്ട്. അതായത് ടെലിഫോണിലൂടെയാണ്, കോൾസിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്? കോൾ മണി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്നത്. ദെൻ ദ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നെഗോഷിയേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എമൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ് ആർ എഗ്രീഡ് ത്രൂ ടെലിഫോൺ. അതായത് എത്ര എമൗണ്ട് ആണ് ബോറോ ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് ലെൻഡ് ചെയ്യുന്നത്, അതിന് എത്ര ഇൻട്രസ്റ്റ് ആണ് പേ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് എമൗണ്ട്, ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ എഗ്രി ചെയ്യുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്യുന്നത്, അവർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് ഏത് ത്രൂ ആണ്? ടെലിഫോൺ ത്രൂ. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ലെൻഡർ ഇഷ്യൂ ചെക്സ് ഇൻ ഫേവർ ഓഫ് ബോറോവേഴ്സ്. അതായത് ബോറോവർക്ക് ലെൻഡർ എന്ത് ചെയ്യുന്നു? ആ ഒരു എമൗണ്ടിന്റെ ചെക്ക് കൊടുക്കുന്നു. സോ ആ ഒരു ചെക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറോവർ തിരിച്ചു എന്ത് കൊടുക്കണു? ഒരു റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യണു. ദെൻ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അവർ ആദ്യം എന്ത് ചെയ്യാണ്? കോൺടാക്ട് ചെയ്യുക. കോൾ മണി മാർക്കറ്റിൽ കോൺടാക്ട് ചെയ്യുന്നത് ടെലിഫോൺ ത്രൂ ആണ്. ദെൻ ആ ടെലിഫോൺ ത്രൂ തന്നെ അവർ എന്ത് ചെയ്യാണ്? ഇത്ര എമൗണ്ട് 1 lakh rupees ഞാൻ എന്ത് ചെയ്യാണ്? ഇത്ര ഒരു 24 മണിക്കൂറിന് അല്ലെങ്കിൽ ഒരു 14 ഡേയ്സിന് അല്ലെങ്കിൽ ഒരു 7 ഡേയ്സിന് 1 lakh rupees തരാം, അതിന് പകരം 10% ഇൻട്രസ്റ്റ് എനിക്ക് വേണം. സോ അത്തരത്തിൽ അവർ ഒരു എഗ്രിമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ടെലിഫോൺ ത്രൂ തന്നെ ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. സോ ഞാനാണ് ലെൻഡർ എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ചെക്ക് എഴുതി നിങ്ങൾക്ക് തരാം. നിങ്ങളാണ് ബോറോവർ എന്നുണ്ടെങ്കിൽ സോ ഞാൻ എന്ത് ചെയ്തു? ഒരു ചെക്ക് നിങ്ങൾക്ക് തരാണ്, ഡ്രോൺ ചെയ്തു. ആ ചെക്ക് റിസീവ് ചെയ്താ നിങ്ങൾ എനിക്ക് എന്ത് തരും? പേ ചെയ്തോളാം, ഞാൻ ഒരു 7 ഡേയ്സിന്റെ ഉള്ളിൽ നിങ്ങൾ എനിക്ക് തിരിച്ച എമൗണ്ട് തന്നോളാം എന്നുള്ള രീതിയിൽ ഒരു റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ദെൻ ഫൈനലി
On payment of loan and interest, the receipt is returned to the lender. അതായത് ഇപ്പോൾ ഞാൻ ലെൻഡറും നിങ്ങൾ ബോറോവറും ആണ്. ഞാൻ നിങ്ങൾക്ക് ചെക്ക് തന്നു, നിങ്ങൾ എനിക്ക് പകരം എന്ത് തന്നു, ഒരു റെസിപ്റ്റ് ഇഷ്യൂ ചെയ്തു. ഞാൻ തന്ന 1,00,000 രൂപയും അതിന്റെ പലിശയും ചേർത്ത് എനിക്ക് തിരിച്ചു തരുമ്പോൾ, എനിക്ക് ആ ലോണും അതിന്റെ ഇൻട്രസ്റ്റും തിരിച്ചു പേ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ എനിക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള റെസിപ്റ്റ് നിങ്ങൾക്ക് തന്നെ റിട്ടേൺ ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് മണി മാർക്കറ്റിൽ, കോൾ മണി മാർക്കറ്റിൽ ഓപ്പറേഷൻസ് നടക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെലിഫോൺ ത്രൂ കോൺടാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ അവർ എഗ്രിമെന്റ് എൻ്റർ ചെയ്യാണ്, എമൗണ്ടും ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ സ്പെസിഫൈ ചെയ്തുകൊണ്ട്. ദെൻ ലെൻഡർ ചെക്ക് കൊടുക്കുന്നു, ബോറോവർ അത് വാങ്ങിയിട്ട് പകരം ഒരു റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യുന്നു. ബോറോവർ ലെൻഡർക്ക് തിരിച്ച് ചെക്കിൽ ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട്, അതായത് ഇവർ ഗ്രാൻഡ് ചെയ്തിട്ടുള്ള ലോണും ഇൻട്രസ്റ്റും റീപേ ചെയ്യുമ്പോൾ ആ റെസിപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ചെയ്യുന്നുണ്ട്. സോ മണി മാർക്കറ്റിന്റെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. യെസ്, ദെൻ ദ നെക്സ്റ്റ് വൺ നമ്മൾ പറയണത് കോൾ മണി മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോൾ മണി മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നാ പറയണത്. ആക്ച്വലി കോൾ മണി മാർക്കറ്റ് ആർ ലൊക്കേറ്റഡ് ഇൻ ഡെവലപ്ഡ് ഇൻഡസ്ട്രിയൽ സെന്റേഴ്സ് ലൈക്ക് മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ എക്സെട്ര. അതായത് നമ്മുടെ ഇന്ത്യയിൽ കോൾ മണി മാർക്കറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൾ മണി മാർക്കറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെന്റേഴ്സിലൊക്കെയാണ്. മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ ഒക്കെ പോലെയുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെയാണ് കോൾ മണി മാർക്കറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് കോൾ മണി മാർക്കറ്റ്സിന് മെയിൻ ആയിട്ട് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫോർ വാട്ട് പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് കോൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യണത്? ടു മീറ്റ് ഹ്യൂജ് പേയ്മെന്റ്സ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് അവരുടെ ഹ്യൂജ് പേയ്മെന്റ്സിനെ മീറ്റ് ചെയ്യാൻ കോൾ ലോൺസ് കൊടുക്കുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ടു ഡീൽ ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ബൈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആൻഡ് സ്പെക്കുലേറ്റേഴ്സ്. അതായത് സ്പെക്കുലേറ്റേഴ്സിനും സ്റ്റോക്ക് ബ്രോക്കേഴ്സിനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യാൻ വേണ്ടി എന്ത് കൊടുക്കുന്നു, കോൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ തേർഡ് വൺ, ടു ട്രേഡ് ബൈ ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസിന് ട്രേഡ് ചെയ്യാൻ വേണ്ടി എന്ത് കൊടുക്കുന്നുണ്ട്, കോൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ടു മീറ്റ് മെച്യൂർഡ് ബിൽസ്, അതായത് ബിൽസിനൊക്കെ, അതായത് ടു മീറ്റ് മെച്യൂർഡ് ബിൽസിനൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ബിൽസിനൊക്കെ റീപേ ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസ്കൗണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കോൾ ലോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് കോൾ മണി മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഈ ഇന്ത്യയിൽ കോൾ മണി മാർക്കറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഡെവലപ്ഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെന്റേഴ്സിലാണ്. മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ പോലെയുള്ള സിറ്റീസിൽ. ദെൻ കോൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും എന്തിനൊക്കെയാണ്, നമ്മുടെ ഇന്ത്യയിൽ കോൾ മണി മാർക്കറ്റിൽ നിന്ന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൾ ലോൺസ് ഗ്രാൻഡ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് അവരുടെ പേയ്മെന്റ്സിനെ മീറ്റ് ചെയ്യാൻ, സ്പെക്കുലേറ്റേഴ്സിനും ബ്രോക്കേഴ്സിനൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യാൻ, ഇൻഡിവിജ്വൽസിന് വേണ്ടി ട്രേഡ് ചെയ്യാൻ, ദെൻ മെച്യൂർഡ് ബിൽസിനെ മീറ്റ് ചെയ്യാൻ. ഇതിനൊക്കെ വേണ്ടിയാണ് കോൾ മണി മാർക്കറ്റിൽ, നമ്മുടെ ഇന്ത്യയുടെ കോൾ മണി മാർക്കറ്റിൽ നിന്ന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, കോൾ ലോൺസ് അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ലോൺ പ്രൊവൈഡ് ചെയ്യണത്. യെസ്, ദെൻ ദ നെക്സ്റ്റ് വൺ, മെറിറ്റ്സ് ഓഫ് കോൾ മണി മാർക്കറ്റ്. ഇപ്പൊ നമ്മൾ കോൾ മണി മാർക്കറ്റ് എന്താന്ന് പറഞ്ഞു ഇല്ലേ? ദെൻ നമ്മുടെ അതിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ടിസിപ്പൻസ് ആരാന്ന് പറഞ്ഞു, ഇന്ത്യൻ കോൾ മണി മാർക്കറ്റിന്റെ സിറ്റുവേഷൻ പറഞ്ഞു, കോൾ മണി മാർക്കറ്റിലെ ഓപ്പറേഷൻസ് എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഇനി പറയാൻ പോണത് മെറിറ്റ്സ് ഓഫ് കോൾ മണി മാർക്കറ്റ്. നമ്മുടെ കോൾ മണി മാർക്കറ്റിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ജസ്റ്റ് ഒരു 5 പോയിന്റ്സാ പറയണത്. പ്രോഫിറ്റബിലിറ്റി, ഓഫ് കോഴ്സ് നമുക്കറിയാം, അതായത് ബാങ്കുകളൊക്കെ അവരുടെ സർപ്ലസ് ഫണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോൾ മണി മാർക്കറ്റിൽ കൊടുന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് എന്ത് ചെയ്യാം, ഹൈ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഹൈ പ്രോഫിറ്റ്സ് റിട്ടേൺ കിട്ടുന്നുണ്ട്, ഏൺ ചെയ്യാം. ദെൻ ലിക്വിഡിറ്റി, നമുക്കറിയാം കോൾ മണി മാർക്കറ്റിന്റെ മാക്സിമം മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 14 days, 14 ദിവസമാണ്. അതുമല്ല, നമ്മൾ കോൾ മണി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ അറ്റ് എനി ടൈം ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യാം, റീകോൾ ചെയ്യാം. അതുകൊണ്ട് തന്നെ കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഹൈലി ലിക്വിഡ്. ദെൻ ഇറ്റ് ഈസ് സേഫ്. കോൾ മണി മാർക്കറ്റ് അല്ലെങ്കിൽ കോൾ ലോൺസ് എന്ന് പറയുന്നത് സെക്യൂർഡ് ആണ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ചീപ്പ്, കോസ്റ്റ് കമ്മിയാണ്. ദെൻ ദ ഫോർത്ത് വൺ, ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെന്റ്സ്. അതായത് ബാങ്കുകളൊക്കെ കോൾ മണി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് അവരുടെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെന്റ്സിനെ മീറ്റ് ചെയ്യാൻ, ആ ഒരു ക്യാഷ് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ബോറോ ചെയ്യാനാണ്. ദെൻ ദ ഫിഫ്ത്ത് വൺ,
ഹെൽപ്സ് ദ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ കോൾ മണി മാർക്കറ്റിന്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിലെ ഫ്ലക്ച്വേറ്റിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഒക്കെയാണ് നമ്മുടെ RBIയുടെ മോണിറ്ററി പോളിസീസിന് അപ്രോപ്രിയേറ്റ് മോണിറ്ററി പോളിസീസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് കാരണമാവുന്നത്. അപ്പൊ നമ്മള് മെറിറ്റ്സ് ഓഫ് കോൾ മണി മാർക്കറ്റാ പറഞ്ഞത്. എന്തൊക്കെയാ കോൾ മണി മാർക്കറ്റിന്റെ മെറിറ്റ്സ്? എന്താ? കോൾ മണി മാർക്കറ്റ് പ്രോഫിറ്റബിൾ ആണ്, ദെൻ അത് ലിക്വിഡ് ആണ്, സേഫ് ആണ്, സെൻട്രൽ ബാങ്കിനെ മോണിറ്ററി പോളിസീസ് ഒക്കെ ചൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ബാങ്കുകൾക്ക് അവരുടെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെന്റ്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പൊ ഇതൊക്കെയാണ് കോൾ മണി മാർക്കറ്റിന്റെ മെറിറ്റ്സ്. ദെൻ മെറിറ്റ്സ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്തുണ്ടായിരിക്കും? കുറച്ച് ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് കൺഫൈൻസ് ടു ബിഗ് സിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കോൾ മണി മാർക്കറ്റ്സ് എപ്പോഴും സിറ്റുവേറ്റ് ചെയ്യുന്നത് ബിഗ് സിറ്റീസിലാണ്. സോ ബാക്കിയുള്ള പ്ലേസുകൾ, അതായത് റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ മറ്റ് അണ്ടർ ഡെവലപ്ഡ് സിറ്റീസ് ഒക്കെ, അണ്ടർ ഡെവലപ്ഡ് പ്ലേസസ് ഒക്കെ സ്റ്റിൽ എന്തായി കിടക്കുന്നു? ഡെവലപ്മെന്റ് ഇല്ലാണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ, അതായത് റൂറൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ഇല്ലാതെ, ഒരു ഗ്രോത്ത് ഇല്ലാതെ തന്നെ സ്റ്റിൽ സിറ്റുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സിറ്റുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് ബിഗ് സിറ്റീസിലാണ്. അപ്പോൾ ബാക്കിയുള്ള പ്ലേസസ് സ്റ്റിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രോത്ത് ഇല്ലാതെ അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. Then the second one, lack of integration. അതിൽ എന്താ പറയുന്നത്? It is not properly integrated. മണി മാർക്കറ്റ് അല്ലെങ്കിൽ കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് not properly integrated. അതിലെ coordinations കമ്മിയാണ്. Then third one, call money rates are volatile in nature. Call money rates എന്ന് പറയുന്നത് fluctuating ആണ്. So എന്തുകൊണ്ടാണ് fluctuating എന്ന് പറയുന്നത്? Call money rates അത് ഡിഫറെന്റ് സെന്റേഴ്സിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് സീസൺസിൽ ഡിഫറെന്റ് റേറ്റ്സ് ആയിരിക്കും. അതായത് നമ്മുടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, നമ്മുടെ ഇക്കണോമിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിൽ, ബിസിനസ് കണ്ടീഷൻസിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തിനെ അഫക്ട് ചെയ്യും? കോൾ മണി റേറ്റ്സിനെ അഫക്ട് ചെയ്യും. അതുകൊണ്ട് കോൾ മണി റേറ്റ് ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആണ് അല്ലെങ്കിൽ വൊളാറ്റൈൽ ഇൻ നാച്ചർ. ദെൻ ഫോർത്ത് വൺ, സ്മോൾ സൈസ്. അതിൽ എന്താ പറയണത്? നമ്മുടെ കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ആസ് കമ്പയർഡ് ടു അതർ കൺട്രീസ്, അതായത് UK, US എന്നൊക്കെ പറയുന്ന മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആണ്. Then the fifth one, commercial banks not offer loans to brokers and dealers. Commercial banks എന്ത് ചെയ്യുന്നില്ല? They not offer loans to brokers and dealers. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കോൾ മണി മാർക്കറ്റിൽ ബ്രോക്കേഴ്സിനും ഡീലേഴ്സിനൊന്നും ലോൺ ഓഫർ ചെയ്യുന്നില്ല. അപ്പൊ അത് പാർട്ടിസിപ്പേഷൻ കുറയ്ക്കുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞത് കോൾ മണി മാർക്കറ്റിന്റെ ലിമിറ്റേഷൻസ് ആണ്. കോൾ മണി മാർക്കറ്റ് വലിയ വലിയ സിറ്റികളിൽ മാത്രമാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അവിടെ ഇന്റഗ്രേഷൻ കുറവാണ്. കോൾ മണി റേറ്റ്സ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. കോൾ മണി മാർക്കറ്റ് ആസ് കമ്പയർഡ് ടു അതർ കൺട്രീസ്, നമ്മുടെ ഇന്ത്യൻ കോൾ മണി മാർക്കറ്റ് എന്താ? സ്മോൾ സൈസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മണി മാർക്കറ്റിന്റെ ലിമിറ്റേഷൻസ് ആയി പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങിയിട്ടുള്ളത് ഇവിടെ നിന്നാണ്? നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നമ്പർ 2, മണി മാർക്കറ്റ് എന്നുള്ളതിന്റെ കോമ്പോസിഷൻ ആണ്. മണി മാർക്കറ്റിന്റെ കോമ്പോസിഷൻ 5 ടൈപ്സ് ആണ്, അല്ലെങ്കിൽ 5 സബ് മാർക്കറ്റ് ആണ്. കോൾ മണി മാർക്കറ്റ്, ലോൺ മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, അക്സെപ്റ്റൻസ് മാർക്കറ്റ്, ട്രഷറി ബിൽ മാർക്കറ്റ്, ഇങ്ങനെ 5 സബ് മാർക്കറ്റുകൾ ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ കോൾ മണി മാർക്കറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? മാക്സിമം 14 ഡേയ്സ് വരെ, അതായത് ഒരു ഓവർനൈറ്റ് യൂസ് മുതൽ 14 ഡേയ്സ് വരെയുള്ള പീരീഡിന് നമുക്ക് മണി അല്ലെങ്കിൽ ലോൺ കിട്ടുന്ന ഒരു പ്ലേസ് ആണ്. വെരി ഷോർട്ട് ടേം ഫണ്ട്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് ആണ് കോൾ മണി മാർക്കറ്റ്. ദെൻ അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. അതുപോലെ തന്നെ അവിടുത്തെ പാർട്ടിസിപ്പൻസ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്കുകൾ ഉണ്ട്, പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഉണ്ട്, IDBI, UTI, നബാർഡ്, LIC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ദെൻ മണി മാർക്കറ്റിലെ ഓപ്പറേഷൻസ് നടക്കുന്നത് ടെലിഫോൺ ത്രൂ എന്ന് പറഞ്ഞു. ടെലിഫോൺ ത്രൂ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുന്നു. ദെൻ ലെൻഡർ ചെക്ക് കൊടുക്കുന്നു, ബോറോവർ റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യുന്നു. ദെൻ ആ ഒരു റീപേയ്മെന്റിന്റെ സമയത്ത് ആ റെസിപ്റ്റ് ലെൻഡർ എന്ത് ചെയ്യുന്നു? റിട്ടേൺ ചെയ്യുന്നു. പിന്നെ പറഞ്ഞത് നമ്മുടെ ഇന്ത്യൻ കോൾ മണി മാർക്കറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഡെവലപ്ഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെന്റേഴ്സിലാണ്. മുംബൈ, കൊൽക്കത്ത, ഡൽഹി ചെന്നൈ തുടങ്ങിയിട്ടുള്ള ആ ഒരു സിറ്റീസിൽ.
പിന്നെ നമ്മൾ പറഞ്ഞത് കോൾ മണി മാർക്കറ്റ്സിന്റെ മെറിറ്റ്സ് പ്രോഫിറ്റബിൾ ആണ്, ഹൈലി ലിക്വിഡ് ആണ്, സേഫ് ആണ്, സെൻട്രൽ ബാങ്കിനെ സഹായിക്കുന്നു, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബാങ്കുകളെ സഹായിക്കുന്നു. പിന്നെ പറഞ്ഞത് ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസ് എന്താ? വലിയ സിറ്റീസിൽ മാത്രമാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ലാക്ക് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ട്, സ്മോൾ സൈസ് ആണ്, ദെൻ കോൾ മണി റേറ്റ്സ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ കുറച്ചധികം ടോപ്പിക്കുകൾ ഇന്ന് എന്ത് ചെയ്തു, നമ്മൾ കവർ ചെയ്തു. കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് സബ് മാർക്കറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് സബ് മാർക്കറ്റിലോട്ടാണ് മൂവ് ചെയ്യണത് കേട്ടോ. അപ്പൊ നോട്ട്സുകൾ പ്രോപ്പറായിട്ട് എഴുതിയെടുക്കുക. ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.